പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിനാൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധമായി ഞായറാഴ്ച കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധാത്മ വാഗ്ദാനത്തിൻ്റെ പെന്തക്കോസ്ത് പെരുന്നാളിന് ശേഷമുള്ള നാലാമത്തെ ഞായറാഴ്ച ഇന്ന് നാം ധ്യാനിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എപ്രകാരമുള്ള ഇടങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ആണ്. എങ്ങനെയുള്ള മനസ്സുകളിലാണ്, എപ്രകാരമുള്ള ഹൃദയങ്ങളിലാണ്, ഏതു സാഹചര്യത്തിലാണ് പരിശുദ്ധാത്മാവ് സുശക്തമായി പ്രവർത്തിക്കുക എന്ന് ഇന്നത്തെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. എവിടെയെല്ലാം പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞുള്ള സ്നേഹത്തിലും സഹോദരത്തിലും പങ്കുവെപ്പിലും ഏകമനസ്സോട് ദൈവനാമം വിളിച്ചപേക്ഷിക്കുന്നുവോ അവിടെയൊക്കെ കർത്താവ് യേശു മിശിഹായുടെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവർത്തിക്കും. അവരുടെ ഇടയിൽ അത് ഭവനത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നമ്മുടെ ഇടവക ജീവിതത്തിലാണെങ്കിലും ആത്മാവിന്റെ വലിയ പരിശുദ്ധാത്മ ശക്തി തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ്. ഏക മനസ്സോടെ ദൈവത്തിന്റെ ബലിപീഠത്തിന് മുമ്പിലോ ഭവനത്തിൽ ദിവ്യകാരുണ്യ അനുഭവത്തിൽ ദൈവത്തെ വിളിക്കുവാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന സന്ധ്യാപ്രാർത്ഥനയിലോ പ്രഭാത പ്രാർത്ഥനയിലോ അതല്ലെങ്കിൽ ദൈവവചനം ശ്രവിക്കുന്ന ഏത് നിമിഷത്തിലോ ഈ മനസ്സ് ഏക മനസ്സോടെയുള്ള ഒരു മാനസിക പക്വതയിലാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ദിവസമാണ് ഇന്ന്. കാരണം ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ അത് വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ജെറീക്കോ പട്ടണത്തിന്റെ പതനത്തെ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടാണ് ഇന്ന് കർത്താവ് യേശു മിശിഹാ ഇപ്രകാരം നമ്മോട് സംസാരിക്കുന്നത്. തന്റെ സ്ലീഹന്മാരെ ലോകത്തിന്റെ നാനാ അതിർത്തികളിലും അയക്കുന്നതിന് ഭാഗമായി അവിടുന്ന് തന്റെ സ്നേഹന്മാരെ അയച്ചു. നിങ്ങൾ പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ, രോഗികളെ സുഖപ്പെടുത്തുവിൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കുവിൻ. നിങ്ങളെ ഒരു പൈശാചിക ശക്തികൾക്കും തൊടാൻ സാധ്യമല്ല, അവരെല്ലാം നിങ്ങൾക്ക് കീഴ്പ്പെടും എന്ന് അധികാരപൂർവ്വം അവരെ പറഞ്ഞയക്കുന്ന വചനമാണ് നമ്മളിന്ന് കേട്ടത്. ഈ ഒരു വചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ജെറീക്കോ പട്ടണത്തിന്റെ പതനത്തിന്റെ ആ ഒരു സന്ദർഭം നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായേൽ ജനമെല്ലാം തന്റെ ശത്രുക്കളെല്ലാം ജെറീക്കോ പട്ടണത്തിനകത്ത് കയറി എന്ന് കൃത്യമായി മനസ്സിലാക്കി പുറത്ത് പാളയം അടിച്ചു. പുറത്ത് അവർ സുരക്ഷിതമായി ദൈവത്തെ വിളിച്ചു. തങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞതുപോലെ കേട്ടു. ശത്രു പക്ഷം മുഴുവൻ ജെറീക്കോ പട്ടണത്തിന് ഉള്ളിലായി എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം കർത്താവ് നൽകിയ ദൂതനുസരിച്ച് 7 ദിവസം അവർ പ്രാർത്ഥനാ നിർഭരമായി ആചരിച്ചു. 1 മുതൽ 6 വരെയുള്ള ദിനങ്ങൾ ഓരോ പ്രാവശ്യം അവർ ജെറീക്കോ പട്ടണത്തിന് വലം വെച്ച് പ്രാർത്ഥിച്ചു. വലം വെച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ജെറീക്കോ പട്ടണത്തിന് ചുറ്റും അവർ വലം വെച്ചപ്പോൾ ദൈവത്തിന്റെ ശക്തി അവരിലേക്ക് വന്നു. അവിടെ കൂടിയിരുന്ന ഇസ്രായേൽ ജനമെല്ലാം ഒരേ മനസ്സോടെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അവരുടെ ഇടയിൽ വലിയ സ്പർദ്ധയുണ്ടായിരുന്നു, പൊരുത്തമില്ലായ്മയുണ്ടായിരുന്നു, ഉത്കണ്ഠകളുണ്ടായിരുന്നു, ആകുലതകളുണ്ടായിരുന്നു. ഞങ്ങളെ ഇപ്രകാരം നീ കൊല്ലാൻ വേണ്ടിയാണോ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന വലിയ മുൻവിധിയോട് കൂടിയാണ് ഈ ഇസ്രായേൽ ജനം തങ്ങളുടെ നേതാക്കന്മാരെ കണ്ടിരുന്നത്. മോശയും അഹ്റോനും ജോഷുവയും ഒക്കെ അതിന്റെ തിക്താനുഭവത്തിലൂടെ മുന്നോട്ട് കടന്നു വരുമ്പോഴാണ് ഇപ്രകാരം ഒരു സന്ദർഭം ഉണ്ടാകുക. ജോഷുവയും കൂട്ടരും പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൽ ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കണം, ഒരേ മനസ്സോടെ കാഹളം മുഴക്കണം, ഒരേ മനസ്സോടെ ഉയർന്ന ശബ്ദത്തിൽ നിലവിളിച്ച് യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ശത്രു സൈന്യത്തെ ദൈവം നമ്മുടെ മുമ്പിൽ കീഴ്പ്പെടുത്തി തരും. അപ്രകാരം അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 7-ാം ദിവസം 7 തവണ ജെറീക്കോ പട്ടണത്തിന് ചുറ്റും അവർ ചുറ്റി നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. പ്രിയപ്പെട്ട മക്കളെ,
ദൈവവചനം ജീവനുള്ളതും ശക്തിയുള്ളതുമാണെന്നും അത് ഇരുതല വാളുപോലെ മൂർച്ചയുള്ളതുമാണെന്നും അത് ചേതനീയ സന്ധിബന്ധങ്ങളെ തുളച്ചു കയറുന്നതുമാണെന്നുള്ള വലിയ ബോധ്യം നൽകുന്ന അനുഭവമാണ് ആ ഇസ്രായേൽ മക്കൾക്കുണ്ടായത്. ജെറീക്കോ പട്ടണം നിലം പതിച്ചു. അതിലുള്ള എല്ലാവരും അങ്ങനെ ഈ ഒരു വലിയ ശക്തിയുടെ വചനത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ ആ സന്ദർഭമാണ് കർത്താവ് യേശു മിശിഹായെ അത്ര ശക്തമായ അധികാരപൂർവം ഈ 72 പേരെ അയക്കുന്നതിന് ശക്തി കൊടുത്ത അനുഭവങ്ങൾ. താൻ ദൈവപുത്രനാണെന്നും അങ്ങനെ ദൈവപുത്രനാണെങ്കിൽ ആ പറയുന്ന വചനങ്ങളെല്ലാം ഫലവത്തായി തീരും എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ കർത്താവ് യേശു മിശിഹാ ഇവരെ അയക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഓർത്തുകൊള്ളുക, ഇടവക ജീവിതത്തിലാണെങ്കിലും കുടുംബ ജീവിതത്തിലാണെങ്കിലും കുടുംബത്തിൽ അല്ലെങ്കിൽ ഇടവകയിൽ ഏക മനസ്സോടെ ബലിപീഠത്തിനെ അടുക്കുവാൻ സാധിക്കണം. പൊരുത്തമില്ലായ്മ, സ്പർദ്ധ, അസൂയ, മറ്റുള്ള വിധത്തിലുള്ള അഹങ്കാരങ്ങൾ, കോപം, പക, വെറുപ്പ് ഇവയൊന്നും വെച്ചുകൊണ്ട് ഈ ബലിപീഠത്തെ സമീപിക്കരുത്. സമീപിച്ചാലുണ്ടാകുന്ന ദോഷം എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കലും നമുക്ക് ദൈവ സാന്നിധ്യത്തിൽ ഉയരാൻ സാധിക്കില്ല. നമ്മൾ എത്ര നിലവിളിച്ചാലും ദൈവം കേൾക്കില്ല. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥന എത്തില്ല. അതുകൊണ്ട് നിന്റെ ഭവനത്തിൽ ഐക്യമുണ്ടാകണം, സാഹോദര്യം ഉണ്ടാകണം, പങ്കുവയ്പുണ്ടാകണം, സ്പർദ്ധയില്ലാത്ത, അസ്വസ്ഥതകളില്ലാത്ത, വെറുപ്പില്ലാത്ത, പകയില്ലാത്ത ഒരു ഐക്യത്തിന്റെ അനുഭവം നിന്റെ ഭവനത്തിലുണ്ടെങ്കിൽ നീ കർത്താവിന്റെ മുമ്പിൽ മുട്ടുമടക്കുമ്പോൾ ദൈവം അത് മുൻകൂട്ടി കാണും. നീ പ്രാർത്ഥിച്ച് തീരുന്ന മുമ്പേ നിനക്ക് ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ടെന്ന് നിനക്ക് ഇവിടെ ബോധ്യപ്പെടും. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായത്തിൽ 8 മുതലുള്ള വാക്യങ്ങൾ നമ്മെ ഇന്ന് ഉദ്ബോധിപ്പിക്കുന്നത് എന്തുകൊണ്ടാ നീ പ്രാർത്ഥിച്ചിട്ട് നീ എന്റെ ശബ്ദം കേൾക്കാതിരുന്നത്? എന്തുകൊണ്ട് ഞാൻ നിന്നോട് സംസാരിച്ചപ്പോൾ നീ എന്നെ കേട്ടില്ല? നിന്റെ ജീവിതം ദുരിതപൂർണമാകാനുള്ള ഒരേ ഒരു കാര്യം, ഞാൻ നിന്നോട് സംസാരിച്ചപ്പോൾ നീ അത് കേട്ടില്ല. ഞാൻ നിന്നോട് വിളിച്ച് പല കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചപ്പോഴും നീ ഉത്തരം തന്നില്ല. ഇത് തന്നെയാ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ കുടുംബത്തിലെ ദുസ്ഥിതിയുടെ നരകീയമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള പല ബന്ധനങ്ങളുടെയും അടിസ്ഥാനം. ദൈവം വിളിക്കുമ്പോൾ കേൾക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. ദൈവം സംസാരിക്കുമ്പോൾ നമ്മൾ ചെവി കൊടുക്കാൻ സന്നദ്ധത കാണിക്കുന്നില്ല. അതുകൊണ്ട് ഈ ദിവസം പരിശുദ്ധമായ ദിവസമാണ്. ഈ ദിവസം പരിശുദ്ധമായ ബലിപീഠത്തോട് ചേർന്ന് ബലിയർപ്പിക്കുന്ന ദിവസമാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഭവനത്തിൽ അപ്പനും അമ്മയും തമ്മിലോ മക്കളും മാതാപിതാക്കളും തമ്മിലോ എന്തെങ്കിലും ബന്ധപ്പെട്ട ആരുമായിക്കോട്ടെ പരസ്പരം ഐക്യത്തോടെ ഒന്ന് പ്രാർത്ഥിച്ച് വെറുപ്പും വിദ്വേഷവും പകയും മുൻകൂട്ടി കരുതി വെച്ചുള്ള എല്ലാ ദുരൂഹമായ ചിന്തകളും മാറ്റി നീ നിഷ്കളങ്ക ഹൃദയത്തോടൊന്ന് വന്നേ ദൈവത്തിന്റെ സന്നിധി. അപ്പോൾ സങ്കീർത്തകൻ 15-ാം അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളോട് പറഞ്ഞു തരുന്നത് വ്യക്തമായി നമുക്ക് മനസ്സിലാകും. കർത്താവിന്റെ ആലയത്തിൽ ആര് പ്രവേശിക്കും? അവിടുത്തെ വിശുദ്ധഗിരിയിൽ ആര് കയറും? നിഷ്കളങ്ക മനസ്സുള്ളവൻ, നീതിയോടെ ചിന്തിക്കുന്നവൻ, പരമാർത്ഥതയോടെ കാര്യങ്ങളെ കാണുന്നവൻ, ഇവർ മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിൽ ഏകമനസ്സോടെ നിൽക്കുവാൻ യോഗ്യതയുള്ളൂ. സങ്കീർത്തകൻ വെറുതെ അല്ലത് പറഞ്ഞത്, ജീവിതാനുഭവങ്ങളാണ്. നീ കുറ്റം ചെയ്യുന്നവനും പാപത്തിൽ വീണവനും വെറുതെ നീ തറയപ്പെട്ടവനും ഒക്കെ ആകാം. കർത്താവിന്റെ സന്നിധിയിലേക്ക് നീ വരുമ്പോൾ ഒരു നിർമ്മല ഹൃദയം നിനക്കുണ്ടാകണം.